പുതിയ കാലത്തെ മലയാളി പെൺകുട്ടിയെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിലും കോമഡിയാണ്. മലയാളിയായ ഒരു പെൺകുട്ടി മോഹിനിയാട്ടം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഈ പടം എഴുതിയവർക്ക് കിട്ടിയിട്ടുള്ള ഹാൻഡ് ബുക്ക് 90കളിലോ അതിൻ്റെ മുന്നെയോ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ദേഷ്യം വന്നാൽ നമ്മുടെ നായിക തെങ്ങിൻ്റെ മുകളിൽ കയറി 2 കരിക്ക് വെട്ടി താഴെ ഇടും. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ കോമൺ ആണല്ലോ. പിന്നെ ഉറുമി കണ്ടപ്പോൾ ചീള് കേസ് എന്ന് വിചാരിച്ച് ചുഴറ്റിയിട്ട് പരിക്ക് പറ്റിയ നായകനെ നായിക കാട്ടിൽ പോയി പച്ചമരുന്ന് പറിച്ച് ചതച്ചരച്ച് മുറിവിൽ വെച്ചിട്ടാണ് ശുശ്രൂഷിക്കുന്നത്. ആയുർവേദത്തിൻ്റെ നാടാണല്ലോ നമ്മുടേത്. പിന്നെ നായികയ്ക്ക് പെറ്റായിട്ട് ഒരു ആനക്കുട്ടിയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വിവരവും വിദ്യാഭ്യാസവുമുള്ള പെൺകുട്ടികൾ ഒരക്ഷരം പോലും മറുത്ത് പറയാതെ അമ്മാവൻ്റെ മകനെ കല്യാണം കഴിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അമ്മാവൻ്റെ മകൻ വേണുവാണ് ശരിയായ താരം. ഞാൻ ഈ സിനിമ കണ്ടത് സാമാന്യ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ നിന്നാണ്. വേണു മലയാളം പറയാൻ തുടങ്ങിയപ്പോൾ അവരടക്കം ചിരിച്ചുപോയി. നമ്മളെല്ലാവരും സുന്ദരിയെ നേരിടാൻ തയ്യാറായി നിന്നപ്പോൾ ഇതിൻ്റെ മേക്കേഴ്സ് വജ്രായുധമായ വേണുവിനെ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. തമിഴ് ഒറിജിനുള്ള സിദ്ധാർത്ഥ് ശങ്കറിനെ മലയാളിയായ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നോർത്ത് ഇന്ത്യക്കാരെ അടക്കം ചിരിപ്പിച്ചതിന് ശേഷം നായികയെ കൊണ്ട് നോർത്ത് ഇന്ത്യക്കാർക്ക് സൗത്ത് ഇന്ത്യക്കാരനെ കുറിച്ച് ഒന്നും അറിയില്ല, വ്യത്യാസം അറിയില്ല എന്ന മാസ് ഡയലോഗൊക്കെ എഴുതി കൊടുക്കാനുള്ള ഇവന്മാരുടെ ധൈര്യം അപാരമാണ്.